പ്രശസ്ത ഗെയിമായ മൈൻക്രാഫ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ലൈവ് ആക്ഷൻ 3D മൂവി ആയിട്ടുള്ള മൈൻക്രാഫ്റ്റ് മൂവി കാണാനായിട്ട് സിനിപോളിസ് ഐമാക്സ് ലേസറിൽ വന്നിരിക്കുകയാണ്. ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് എന്നുള്ള സിനിമയ്ക്ക് ശേഷം ഇപ്പോഴാണ് ഐമാക്സ് 3Dയിൽ ഒരു സിനിമ കാണാൻ വേണ്ടി വീണ്ടും ഒരു അവസരം കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ 32ാമത്തെ ഐമാക്സ് മൂവിയാണ്. ഓൾമോസ്റ്റ് ഫുൾ സ്ക്രീനോടുകൂടി 1.85:1 റേഷ്യോ മൂവിയാണ്. ഇതാണ് ഐമാക്സ് വിത്ത് ലേസറിൽ മാത്രം യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ ഐമാക്സ് ലെൻസ്. ഇതൊരു ഒപ്റ്റിമൈസ്ഡ് ഫോർ ഐമാക്സ് തിയേറ്റർ മൂവി കൂടിയായിരുന്നു. ആകെ 7 പേരെ സിനിമ കാണാൻ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഒരു AC മര്യാദക്ക് ഇത്തവണ ഇട്ടായിരുന്നു. മൈൻക്രാഫ്റ്റ് മൂവി based on the game Minecraft, directed by Jared Hess, director of Napoleon Dynamite. അതുകൂടാതെ പുള്ളി വേറെ കുറച്ച് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. സ്റ്റാറിങ് ജാക്ക് ബ്ലാക്ക്, ജേസൺ മൊമോവ ആൻഡ് മെനി അതേഴ്സ്. ഈ സിനിമയിലെ മെയിൻ പീക്ക് പെർഫോമൻസസ് ജാക്ക് ബ്ലാക്കും ജേസൺ മൊമോവ തന്നെയാണ്. ഭയങ്കര കാരിക്കേച്ചർ ലെവലിലുള്ള ആക്ടിംഗ് ഉള്ള ക്യാരക്ടേഴ്സുള്ള ഗെയിമിനെ ബേസ് ചെയ്തിരിക്കുന്ന ഒരു മൂവി. അത് ആ മൈൻഡിൽ ചെന്നിരുന്ന് കണ്ടാലേ ഇഷ്ടപ്പെടുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വളരെയധികം ഗെയിംസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ മൈൻക്രാഫ്റ്റ് ഞാൻ ഒരുപാടൊന്നും കളിച്ചിട്ടില്ല. എൻ്റെ നെവ്യൂ ആയിട്ടുള്ള ആദു ഫുൾ ടൈം ഇരുന്ന് ഒരിടക്ക് കളിച്ചുകൊണ്ടിരുന്ന ഒരു ഗെയിമാണ് മൈൻക്രാഫ്റ്റ്. അവന് ഭയങ്കര ഇഷ്ടമാണ്, അവൻ കട്ട ഫാനാണ്. അപ്പോൾ ഇവരുദ്ദേശിച്ചിരിക്കുന്ന ഓഡിയൻസും പിള്ളേർ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നമ്മൾ ഈ ഇടക്ക് കണ്ടാണ് ചില സിനിമകൾ, പ്രത്യേകിച്ച് മലയാളത്തിൽ ഈ അടുത്തിറങ്ങിയ ഒരു ഗംഭീരമായ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ട് പിള്ളേർക്ക് വരെ ഇഷ്ടപ്പെടാതെ പോയത് 3Dയിൽ ഇറങ്ങിയിട്ട് കൂടി. ഈ സിനിമ എൻ്റെ അഭിപ്രായത്തിൽ പിള്ളേർക്ക് മാത്രമല്ല, കൂടെ അക്കമ്പനി ചെയ്യുന്ന അച്ഛനമ്മമാർക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് ഫീൽ ആയത് സിനിമ കണ്ടപ്പോഴേക്കും. പക്ഷേ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഇപ്പോഴത്തെ യങ് ജനറേഷൻ, അതായത് കോളേജിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന അത്യാവശ്യം മുതിർന്ന കുട്ടികളുണ്ടല്ലോ, അവർക്ക് ഈ സിനിമ ഡൈജസ്റ്റ് ആവുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടാണ്. അല്ലെങ്കിൽ ഒരു നൊസ്റ്റാൾജിയ ഫീലിംഗ് അവരുടെ ഉള്ളിൽ ഉണ്ടാവണം, മൈൻക്രാഫ്റ്റ് കളിച്ചവരായിരിക്കണം. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ സിനിമ ഇഷ്ടപ്പെടാൻ സാധ്യത ഉള്ളതെന്നാണ് എനിക്ക് തോന്നിയത്. അതേസമയം ഞാൻ ഒരു കാര്യം പറയാം, ജാക്ക് ബ്ലാക്ക് എന്നുള്ള നടന നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, സ്കൂൾ ഓഫ് റോക്ക് എന്നുള്ള സിനിമയൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടമാവും. കാരണം ഇതൊരു ത്രൂ ഔട്ട് ജാക്ക് ബ്ലാക്ക് പെർഫോമൻസ് ആണ്. ജാക്ക് ബ്ലാക്ക് ആടുന്നു, പാടുന്നു, ചിരിക്കുന്നു, ആ ലെവലത്തെ ഒരു സാധനമാണ്. ബാക്ക്ഡ് അപ്പ് ബൈ മൈൻക്രാഫ്റ്റിലെ ഗെയിമിലെ ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ. എനിക്ക് മൈൻക്രാഫ്റ്റ് ഒരുപാട് കളിച്ച് പരിചയമില്ലാത്തതുകൊണ്ട് ചില ക്യാരക്ടേഴ്സിനെ മാത്രമേ എനിക്ക് അറിയാൻ പാടുള്ളൂ, പേരെടുത്തൊന്നും അറിയാൻ പാടില്ല. കണ്ടിട്ടുണ്ടെന്നല്ലാതെ, അല്ലെങ്കിൽ ആദ്യം കളിക്കുന്നത് കാണുമ്പോൾ അതിലൂടെ കുറേ സംഭവങ്ങൾ കണ്ടിട്ടുള്ള അല്ലാതെ എനിക്ക് വലിയ അറിവില്ല. ഞാൻ കളിച്ചിട്ടുണ്ട്, പക്ഷേ അത്ര ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡെപ്തിൽ കളിച്ചിട്ടൊന്നുമില്ല. അത് മാത്രമല്ല ആ വേൾഡ് മൊത്തം എക്സ്പ്ലോറും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് എല്ലാം ഒന്നും അറിയില്ല. അപ്പോൾ ഇതൊരു വേൾഡ് ബിൽഡിംഗ് ഗെയിമാണെന്നുള്ള കാര്യം എനിക്കറിയാം. സംഭവം പിക്സലേറ്റഡ് ടൈപ്പ് രീതിയിലുള്ള സംഭവമൊക്കെയാണ്. പക്ഷേ ഇത് ലൈവ് ആക്ഷൻ സിനിമയിലേക്ക് വരുമ്പോഴേക്കും ഞാൻ ഈ സിനിമയിൽ നിന്ന് എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തത് അതൊക്കെ എനിക്ക് കിട്ടി. മൈൻക്രാഫ്റ്റ് എന്നുള്ള ഈ മൂവി ഐമാക്സിൽ മാത്രമല്ല PXL-ലും ഞാൻ പറഞ്ഞ ബിഗ് പിക്സ് കൂടാതെ 4DX, ScreenX, RealD 3D സിനിമാസ് ഉള്ള സ്ഥലങ്ങളിലും എൻജോയ് ചെയ്യാൻ പറ്റും. PXL RealD 3D ആണ്, ബിഗ് പിക്സ് RealD 3D ആണ്. പക്ഷേ എന്ത് കാര്യം, ഇതാണ് അവസ്ഥ. നമ്മളിവിടെ കൊച്ചിയിലുള്ള ഫോറം മോള് RealD 3D ഉള്ള തിയേറ്ററിൽ സാധനം ഇല്ല, ഷോയെ ലിസ്റ്റ് ചെയ്തിട്ടില്ല, മനസ്സിലായില്ലേ? 4DX ഉള്ളതാണെങ്കിൽ ആ ലേസർ പ്രൊജക്ഷനും അല്ല ഉള്ളത്, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര മോശം എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന സീനോൺ പ്രൊജക്ഷനുള്ള ഒരു 4DX ആണ് നമ്മളിവിടെ കൊച്ചിയിലുള്ളത്. അതും അവിടുത്തെ റെഡ് ലൈറ്റ് ഇൻറ്റൻസിറ്റി ഭയങ്കര കൂടുതലാണ്. എക്സിറ്റ് ലൈറ്റിലുള്ള ഗ്രീൻ ലൈറ്റ് വരെ 3D ഗ്ലാസ് വെക്കുമ്പോഴേക്കും കണ്ണിലേക്ക് വരും. ഭയങ്കര ശോകമായ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഇവിടുത്തെ 4DX ഫീൽ ചെയ്തിരിക്കുന്നത്. അത് എത്രയും വേഗം ലേസർ പ്രൊജക്ഷനാക്കി അപ്ഗ്രേഡ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഞാൻ. അതേ സമയം തന്നെ നിങ്ങൾ ആ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റീസ് ഒന്ന് കുറയ്ക്കാൻ നോക്കുക. ആ കാര്യത്തിൽ ഫോറമോളെ കണ്ടുപിടിക്കണം. ഫോറമോളിൽ ഓഡി ഡിസൈൻ ചെയ്തപ്പോഴേക്കും ലൈറ്റ്സ് വളരെ മിതമായ രീതിയിൽ കണ്ണിൽ തട്ടാത്ത വിധത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഈവൺ ഐമാക്സിലുള്ള സ്റ്റെപ്പിൽ ലൈറ്റ് പോലും കോർണർ സീറ്റ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ കണ്ണിൽ ഗ്ലാസ്സിൽ വരുന്നുണ്ട്. ഞാനിന്ന് 2 പിള്ളേർ സൈഡിൽ കോർണറിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചെന്നൊരു സജഷൻ പറഞ്ഞു, നിങ്ങൾ സെൻറ്ററിലേക്ക് ഇരിക്കുക അല്ലെങ്കിൽ കണ്ണിൽ വരും എന്ന് ഉറപ്പാണ്. ശരിയായിട്ട് ഇത്ര നേരം ഫസ്റ്റ് ഹാഫിൽ ഞങ്ങൾക്ക് കണ്ണിലടിച്ചു എന്ന് അവർ പറഞ്ഞിട്ട് സെൻറ്ററിലേക്ക് മാറിയിരിക്കുകയാണ് അവർ ചെയ്തത്. അപ്പോൾ എന്തായാലും അതൊന്ന് ശ്രദ്ധിക്കുക. സിനിപോളിസുകാർക്കും അത് കുറച്ചും കൂടി ആ ഇൻറ്റൻസിറ്റി ലൈറ്റ് എങ്ങനെയെങ്കിലും ഡിഫ്യൂസറൊക്കെ വെച്ചൊന്ന് കുറയ്ക്കാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അവർ കുറേ കാര്യങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റെപ്പിൻ്റെ അവിടെയുള്ള സൈഡിലുള്ള ലൈറ്റ്, വാക്ക്വേയുടെ അവിടെയുള്ള ലൈറ്റ്, അതൊക്കെ അവർ ഇൻറ്റൻസിറ്റി കുറച്ചിട്ടുണ്ട്, ടേപ്പൊക്കെ ചെയ്ത് കുറേ റെഡിയാക്കിയിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. നല്ലത് ചെയ്താൽ നമ്മൾ നല്ലത് പറയൂടെ, അതെന്തായാലും നമ്മൾ പറയും. പിന്നെ ഈ സിനിമ 3D എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഭയങ്കര 3D എഫക്റ്റ് ചില സീനുകളിലേ ഉണ്ടായിരുന്നുള്ളൂ. ചില സീൻ അത്ര 3D എഫക്റ്റ് ഉണ്ടായിരുന്നില്ല. ഇതൊരു കൺവേർഷൻ 3D ആണ്, ഓബ്വിയസ്ലി ഷോർട്ട് ഇൻ 3D ഒന്നും അല്ല. പക്ഷേ
ചില സീനുകൾ കിടിലം 3D ആയിരുന്നു. കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം, നല്ല ഡെപ്ത് തോന്നിക്കുന്ന രീതിയിൽ നല്ല കുറേ സീനുകളുണ്ട്. പിന്നെ ഇതിൽ ആ ഗെയിമിൻ്റെ ടൈപ്പ് വിഷ്വൽസ് കുറേ ഉണ്ട്. ഇങ്ങനെ ആ ഗെയിമിൽ ഈ കോൺട്ര ഗെയിം കളിച്ചിട്ടുണ്ടാകും, നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പോണ കണ്ടിട്ടില്ലേ, പഴയ 2D ടൈപ്പ് ഗെയിംസ്, അങ്ങനത്തെ രീതിയിൽ ഇതിനകത്തൊരു ഒരു വിഷ്വൽ ജേസൺ മോമോ ഇങ്ങനെ അത് ഇങ്ങനെ എന്താ പറയുക ഡിഗ് ചെയ്ത് പോകുന്നൊരു സീനുണ്ട്. അത് നമ്മുടെ ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ട്. ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഐമാക്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ ഐമാക്സിൻ്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോപ്പറായ ഫുൾ സ്ക്രീനിലുള്ള ട്രെയിലർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ടി വിയിലൊക്കെ ഫുൾ സ്ക്രീനാണത്, നിങ്ങൾ കണ്ടു നോക്കുക, നല്ല രസമാണ്. നമ്മുടെ ടി വിയുടെ റേഷ്യോയിലാണ് അത് കിടക്കുന്നത്. ആ റേഷ്യോയിലാണ് തിയേറ്ററിലും ഐമാക്സ് ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ PXL ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. എന്തായാലും നിങ്ങൾ PXL കാര്യം പറയുമ്പോൾ നിങ്ങൾ മാറിപ്പോകരുത്. ബാംഗ്ലൂർ കുറേ PXLുള്ളതൊക്കെ സ്കോപ്പ് റേഷ്യോ സ്ക്രീനാണ്. അപ്പോൾ ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനുള്ള PXL തന്നെ പോയി കാണാൻ നോക്കുക. കൊച്ചിയിലുള്ള ഞാൻ പറഞ്ഞില്ല, ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്ത് കുറേ നല്ല നല്ല സീനുകളുണ്ട്. അതേപോലെ കുറച്ച് സീനുണ്ട്, ഞാനത് ഫസ്റ്റ് ഹാഫ് ഇൻ്റർവ്യൂ വന്നപ്പോൾ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ടോയ്ലറ്റിൽ പോയപ്പോഴേക്കും. ജാക്ക് ബ്ലാക്ക് ഓബ്വിയസ്ലി ഇതിനകത്ത് കുറേ കിടുന്ന സീനുകളുണ്ട് ജാക്ക് ബ്ലാക്കിൻ്റെ. അതുപോലെ ചിക്കൻ ഒരു റിങ് ഫൈറ്റ് ഉണ്ട്. ഒരു ചിക്കനും വേറൊരു സംഭവം എന്താ ഞാൻ പറയാനുള്ള, ഒരു റിങ്ങിൽ കിടന്നിട്ട് ജേസൺ മോമോ ജാക്ക് ബ്ലാക്ക് എല്ലാം ഉണ്ട്. ജാക്ക് ബ്ലാക്കിനെ കെട്ടിയിട്ടേക്കണം, ജേസൺ മോമോ ആയിട്ടൊരു ഫൈറ്റ് ഉണ്ട്. കിന്ന സാധനമാണ് മോനെ, അത് ചിരിച്ചിരിച്ച് നിങ്ങളൊരു വിധവും കിട്ടില്ല സാധനമായിരുന്നു. അത് ചിക്കൻ്റെ കൂടെ വേറെ സംഭവം, ആ ചിക്കനും പൊളിയായിരുന്നു, കൂടെയുള്ള ആ ചോട്ടാപ്പിയും കിടു എന്ന് പറഞ്ഞാൽ കിടുവാണ്. നിങ്ങളത് എന്താ ഞാൻ റിവ്യൂ ചെയ്യാനുള്ള, നിങ്ങളത് കണ്ടു നോക്കും, സൂപ്പറായിരുന്നു. അതുപോലെ തന്നെ ഒരു ഇതിനകത്ത് ഇങ്ങനെ മാഞ്ഞ് നടക്കുന്ന ഒരു സോർസറൽ പോലെ ഇരിക്കുന്ന ഒരു സാധനം ഉണ്ടായ, വേറൊരു പേരാണ് ഈ ഗെയിമിനകത്ത്, എനിക്ക് ആ പേര് കിട്ടണില്ല. ഒരു സോർസർ മന്ത്രവാദിനി പോലത്തെ ഒരു സാധനം ഇങ്ങനെ മാഞ്ഞ് കളിക്കുന്നത് കുറച്ച് നേരത്തേക്ക് വരും. അത് കിടും, അതിൻ്റെ സൗണ്ട് ഡിസൈനും അടിപൊളിയായിരുന്നു. ആ ഒരു പെർട്ടിക്കുലർ സീൻ തന്നെ ടോപ്പായിരുന്നു. ആ ഒരു സോർസറിനെ കൊന്നു കഴിയുമ്പോഴേക്കും ഒരു ഓർബ് കിട്ടും. ആ ഓർബ് നമ്മളെ സിനിമയുടെ ഏകദേശം തുടക്കം ടൈമിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അത് ആ സമയത്ത് ജാക്ക് ബ്ലാക്ക് വെറുതെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇത്, എൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, അത് ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ ഒരാളെ കൊന്നു നേടിയാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് പിന്നീട് ഒന്നുകൂടി കാണിക്കും, അത് എങ്ങനെയാണ് കിട്ടിയതെന്ന് ഒന്നുകൂടി കാണിക്കും. അത് നൈസായിരുന്നു, അത് അടിപൊളി സീനായിരുന്നു. കുറേ ഉണ്ട്, അത് ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ സിനിമ തിയേറ്ററിൽ ചെന്ന് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് കുറേ ചിരിക്കാനുള്ള വകയുണ്ട്. പിന്നെ അതുപോലെ എഗ് അറ്റാക്ക് ഒരു സാധനമുണ്ട്. എഗ് വെച്ച് ജാക്ക് ബ്ലാക്ക് ഇങ്ങനെ നമ്മുടെ മെയിൻ വില്ലനസ്, ഇതിനകത്ത് നെഗറ്റീവ് റോൾ ചെയ്തിരിക്കുന്ന ഒരു ഫീമെയിൽ ക്യാരക്ടറാണ്, ഒരു മുതുക്കിത്തള്ള ഒരു പിഗ്ലെറ്റ് പോലത്തെ ഒരു പുള്ളിക്കാരിയാണ്. ആ പുള്ളിക്കാരിനെ ഇങ്ങനെ ഒരു മുട്ട വെച്ച് എറിയുമ്പോൾ ഒരു സാധനമുണ്ട്, പുള്ളിക്കാരിയുടെ തിരിച്ചൊരു ഡയലോഗ് ഉണ്ട്. എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അത്രയും ക്ലാസിക് ആയിട്ടുള്ളൊരു സാധനം പണ്ട് കുംഫു പാൻഡ 2 നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഷെൻ എന്ന് പറഞ്ഞൊരു വില്ലനുണ്ട്. ഗാരി ഓൾമാനാണ് ആ വോയിസ് ഓവർ ചെയ്തിരിക്കുന്നത്. ഗാരി ഓൾമാൻ ഇങ്ങനെ ഒരു വഞ്ചിരിക്കും. അപ്പോൾ അറ്റത്തുനിന്ന് എന്നുള്ള നമ്മുടെ കുംഫു ബാൻഡിലെ മെയിൻ ക്യാരക്ടർ, അതും ജാക്ക് ബ്ലാക്ക് ചെയ്തിരിക്കുന്നത്. അതൊരു കോയിൻസിഡൻസ് ആണ് കേട്ടോ. ജാക്ക് ബ്ലാക്ക് അവിടെ നിന്ന് കുറേ ഡയലോഗ് പറയുമ്പോൾ ഇവിടെ നിന്ന് മറ്റേ വില്ലൻ ഷെൻ എന്നാണ് അതിനകത്തൊരു മയിലാണ്, ഒരു വെള്ള മയിൽ. അപ്പോൾ ഷെൻ ഇങ്ങനെ പറയും, എന്ത് നീ പറയണ കേൾക്കലാണ്. കാരണം വില്ലൻ ഊരത്ത് ഒരു വലിയ പൊക്കമുള്ളൊരു വലിയൊരു ടെമ്പിളിൻ്റെ മുകളിൽ നിന്നിട്ട് അലറി വിളിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വരെ സൗണ്ട് കേൾക്കലാണ്ട് ഈ വില്ലനെ വിട്ടിരുന്നത് ഇവൻ എന്ത് കോപ്പാണ് ഈ പറയണത് കേൾക്കലാന്നൊക്കെ പറയും. അതുപോലത്തെ ഒരു സാധനം ഇതിനകത്തുണ്ട്. ആ സെയിം സാധനമല്ലേ പറയണത്. അതായത് വില്ലനും നായകനും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം ഇവിടെ തിരിച്ചാണ്. ഇവിടെ നായകൻ വില്ലനസിൻ്റെ മേത്തേക്ക് ഇങ്ങനെ ഒരു സാധനം, ഒരു മുട്ട എറിയുമ്പോൾ അതൊരു കാര്യം സംഭവിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഈ വില്ലനസ് ഒരു ഡയലോഗ് പറയും. അത് കിടു വരുന്നത് ഫുൾ ചിരിയായിരുന്നു എല്ലാവരും. ഞങ്ങളുടെ തിയേറ്ററിൽ നിന്ന് 7 പേരും ഞാൻ ഉൾപ്പെടെ ചിരിച്ചതുകൊണ്ട് അത്ര സൂപ്പർ ഡയലോഗായിരുന്നു അത്. അതുപോലെ തന്നെ ജാക്ക് ബ്ലാക്ക് പാട്ട് പാടിയിട്ടുണ്ട് ഇതിനകത്ത്. സ്കൂൾ ഓഫ് റോക്ക് എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മക്കളെ, ദാറ്റ് ഇസ് ജാക്ക് ബ്ലാക്ക്. പിന്നെ കുൻഫു പാൻഡ, പിന്നെ ഒരുപാടുണ്ട്. ജാക്ക് ബ്ലാക്ക് ഗൂസ് ബംസ് എല്ലാത്തിലും പുള്ളി ഒരു കിഡിലൻ ആക്ടറാണ്. വെരി സിമിലർ ടു നമ്മുടെ ജിം ക്യാരിയൊക്കെ പോലെ. അതായത് കൊമേഡിയൻസിൽ വേറെ റേഞ്ച് മനുഷ്യൻ. എനിക്ക് ഇതുപോലെ ഇഷ്ടമുള്ളൊരു നടനാണ് നമ്മുടെ ജോണി ഇംഗ്ലീഷും നമ്മുടെ മിസ്റ്റർ ബീനൊക്കെ ആയിട്ട് അഭിനയിക്കുന്ന നടൻ. അയ്യോ പുള്ളിക്കാരനൊക്കെ വേറെ റേഞ്ചാടേ. എന്ത് അഭിനയം എന്ന് പറയാം. ഇവർ എന്തോരം നമ്മളെ ചിരിപ്പിച്ചേക്കണത്. ജാക്കി ചാൻ, ഈ വേളയിൽ ഞാൻ അവരെല്ലാവരും ഓർമ്മിക്കണതാണ്. ചാർലി ചാപ്ലിൻ. എന്താണ് ഇവരൊക്കെ ചിരിപ്പിച്ചതിന് കയ്യും കണക്കൊന്നുമില്ല. കിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു നടൻ, അതായത് നിങ്ങളെ വല്ലാണ്ട് ചിരിപ്പിച്ച ഒരു നടൻ്റെ പേര് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. മലയാളത്തിൽ ഇഷ്ടം പോലെ പേരുണ്ട്,
ജഗദീഷ് ചേട്ടൻ ഉൾപ്പെടെ സകല ആൾക്കാരുണ്ട്. ജഗദീഷ് ചേട്ടനുണ്ട്, അമ്പിളി ചേട്ടൻ, എല്ലാം അങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഇംഗ്ലീഷ് സിനിമകൾ കാണുമ്പോൾ നിങ്ങൾ അമ്മാതിരി ചിരിപ്പിച്ച ഒരു നടൻ്റെ പേര് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. എനിക്ക് ബേബി സ്റ്റേവട്ട് ഓർമ്മ വന്ന്. വില്ലന്മാർ അമ്മാതിരി ലെവലിലാണ് നമ്മൾ ചിരിപ്പിച്ചത്. എന്തായാലും ആ ഹോം അലോൺ അതിലും ആ ഒരു സംഭവമുണ്ട്. വില്ലന്മാർ കാണിക്കുന്ന കാട്ടായങ്ങൾ ചിരിച്ച് നമ്മളൊരു വിധവും. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഒരു ലൈവ് ആക്ഷൻ മൂവിയെ പറ്റി പറയുന്നതാണ്. മൗസ് ഹണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. വെടിച്ചില് പടമാണ്. അത് അന്ത കാലത്ത് എടുത്തു വെച്ചിരിക്കുന്നത്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ഹൈലി റെക്കമെൻഡ് ദാറ്റ് മൂവി, മൗസ് ഹണ്ട്. ബേബീസ് ഡേ ഔട്ട്, മൗസ് ഹണ്ട്, ഹോം അലോൺ ഇതൊക്കെ റിലീസ് ചെയ്താൽ ഞാൻ എന്തായാലും തിയേറ്ററിൽ പോയി കാണും. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും വെടിക്കെട്ട് പടമായിരുന്നു. മൗസ് ഹണ്ട് വേറെ റേഞ്ച് സിനിമയായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. കുറേ സ്ഥലത്തൊക്കെ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഒരു സിനിമയും കൂടി ഓർമ്മ വന്നു. പ്രത്യേകിച്ച് ഒരു ട്രിലജി, സ്പൈ കിഡ്സ് 3D. അതിൻ്റെ ക്വാളിറ്റി ഒന്നും ഭയങ്കര സെറ്റപ്പൊന്നും അല്ലായിരുന്നു. പക്ഷേ ആ സിനിമകൾ 3Dയിൽ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ സ്പൈ കിഡ്സ് 3D എന്നുള്ള സിനിമ കണ്ടവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അലക്സ വേഗ എന്ന് പറഞ്ഞ നടിയും വേറെ പയ്യനുമായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. അവരൊക്കെ ഇപ്പോൾ ഒരുപാട് പ്രായമായി. ഇതൊക്കെ എൻ്റെ ചൈൽഡ്ഹുഡ് ഓസമാക്കിയ കുറച്ച് സിനിമകളൊക്കെയാണ്. നിങ്ങളെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള. ആ ഒരു സിനിമയുടെ വൈബ് എനിക്ക് ഈ സിനിമയ്ക്ക് തോന്നി. പക്ഷേ എനിക്ക് ഒരു പ്രശ്നം തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഇസ് ടൈലർ മെയ്ഡ് ഫോർ PXL അല്ലെങ്കിൽ ബിഗ് പിക്സ്. അതായത് 1.85:1 എന്നുള്ള റേഷ്യോയിലാണ് ഈ സിനിമ ഔട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ DCP നോർമൽ നോൺ ഐമാക്സ് തിയേറ്റേഴ്സിൽ വന്നിരിക്കുന്നത് 2K 3D ആണെങ്കിൽ പോലും വളരെ റെയറായിട്ട് വരുന്ന 7.1 IAB DCP ആണ് വന്നിരിക്കുന്നത്. ഇത് PXL കണ്ട കിട്ടിയ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ നമ്മുടെ ഇവിടെയുള്ള ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനുള്ള PXL ആയിട്ടുള്ള PXL PVR ഫോറം മോൾ ഈ സിനിമ ലിസ്റ്റേ ചെയ്തിട്ടില്ല. മൊവാന എന്നുള്ള സിനിമ 2:1 റേഷ്യോയിലുള്ള സിനിമയായിരുന്നു. അത് ആ സമയത്ത് PXL കാണിക്കാതെ അവർ കൊണ്ടുപോയി ഇട്ടത് സ്ക്രീൻ 3-ലായിരുന്നു. സ്ക്രീൻ 4 സൂക്ഷ്മദർശിനി കളിച്ചുകൊണ്ടിരുന്നത്. സൂക്ഷ്മദർശിനി ഒരു സ്കോപ്പ് റേഷ്യോ സിനിമയായിരുന്നു. അറ്റ്മോസ് എഫക്റ്റ് ആകെ 2-3 സീനിൽ മാത്രമുള്ള സിനിമ. അതേസമയം മൊവാന എന്നുള്ള സിനിമയിൽ അറ്റ്മോസ് എഫക്റ്റിൻ്റെ കയ്യം കളിയായിരുന്നു. ഓവർ ഹെഡ് സ്പീക്കേഴ്സിന് സൗണ്ട് വരുന്ന ഒരുപാട് സീക്വൻസസ് ഉണ്ടായിരുന്നു. എന്നിട്ടും അത് സ്ക്രീൻ 3-ൽ അറ്റ്മോസ് പോലും ഇല്ലാത്തൊരു തിയേറ്ററിൽ കൊണ്ടുപോയി കണ്ടന്റ് മിസ്മാനേജ്മെൻറ്റ് നടത്തി ഫ്ലാറ്റ് റേഷ്യോ ആയിരുന്ന ആ സിനിമയെ ഒരു സ്കോപ്പ് റേഷ്യോയിൽ സൈഡിൽ ബ്ലാക്ക് ബാർ, അതും ചരിഞ്ഞ രീതിയിലുള്ള ബ്ലാക്ക് ബാറൊക്കെ ആയിട്ട് മുകളിലും ഒരു ലൈനും ഒക്കെ വന്ന് ഒരുമാതിരി ബക്കറ്റ് കമഴ്ത്തി വെച്ച പോലത്തെ രീതിയിലാണ് ആ സിനിമ അന്ന് ഫോറമോൾ കാണിച്ചത്. അതിനെതിരെ ഞാൻ ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഷോ പോയി കണ്ടിട്ട് വളരെ അരോചകമായിട്ട് തോന്നിയിട്ട് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈവൻ വെൻ ഐ ലൈക്ക് ദ മൂവി, എനിക്ക് അത് വളരെ അരോചകമായിട്ട് ഫീൽ ചെയ്തു. പക്ഷേ നമ്മുടെ ഐമാക്സിൽ കൃത്യമായിട്ട് നല്ല കറക്റ്റായിട്ട് അത് ഫിറ്റ് ആൻഡ് ഫൈനായിട്ട് നല്ല രീതിയിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള സൈഡിലുള്ള ബ്ലാക്ക് ബാറോടുകൂടി ആ സിനിമ പ്രൊജക്റ്റ് ചെയ്യുന്നു. കാരണം ഐമാക്സിൻ്റെ റേഷ്യോ, കൊച്ചിയിലുള്ള ഐമാക്സ് വിത്ത് ലേസറിൻ്റെ സ്ക്രീനിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1.90:1 എന്നാണ്. ഈ സിനിമ 2:1 ആ ഒരു ഫോർമാറ്റിലായിരുന്നല്ലോ. അപ്പോൾ സൈഡിൽ വളരെ നേരിയതായിട്ടുള്ള ഒരു ബ്ലാക്ക് ബാറേ ഉണ്ടായിരുന്നുള്ളൂ. അത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ബാറായിരുന്നു. പെട്ടെന്ന് നമുക്ക് കണ്ണിൽ പോലും പിടിക്കില്ലായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ വൈഫ് അനുഭ ഈ ത്രൂ ഔട്ട് മൊവാന റിലീസ് ചെയ്ത ദിവസം തൊട്ട് അത് തിയേറ്ററിൽ നിന്ന് പോകുന്ന ആ ഒരു ടൈം വരെ 2 ആഴ്ചയോളം EMCയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുകൊണ്ടും ഞാൻ ബൈസ്റ്റാൻഡറായി നിൽക്കാൻ പോയതുകൊണ്ട് എനിക്ക് ആ സിനിമ കാണാൻ പറ്റാതെ പോയി. ആ ഒരു ഹിസ്റ്ററി വീണ്ടും ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. ഐമാക്സിലാണ് ഞാൻ ഇന്ന് ഈ സിനിമ കണ്ടത്. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ PXL കാണാൻ താല്പര്യപ്പെട്ടിരുന്ന ഈ സിനിമ PXL ഷോ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അത് കൊണ്ടുപോയിട്ടിരിക്കുന്നത് സ്ക്രീൻ 6-ൽ. ഒരു നന്ദിയുണ്ട് ഫോറത്തിനോട്. ഇത്തവണ സ്കോപ്പ് റേഷ്യോ സ്ക്രീനിൽ ഇടുന്നതിന് പകരം പ്രോപ്പർ സ്ക്രീൻ 6 ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനിൽ കൊണ്ട് ഇട്ട്. പക്ഷേ അപ്പോഴും ഞാൻ പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് അവിടെ PXL എന്ന് പറഞ്ഞാൽ ഒരു തിയേറ്റർ അവിടെ വെച്ചിരിക്കുന്നത്? അതുകൊണ്ട് ഈ ഉപ്പിലിടാനാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ല ഒരു കാശ് കൊടുത്ത് വാങ്ങാൻ കിട്ടുന്നതിന് ടോപ്പ് ഓഫ് ദ ലൈൻ റിയൽ ഡി 3Dയുടെ ടെക്നോളജിയിലുള്ള റിയൽ ഡി 3D അൾട്ടിമേറ്റ് എന്നുള്ള ഒപ്റ്റിക്കൽ 3D മോഡുലേറ്ററാണ് അവിടെ വാങ്ങി വെച്ചിരിക്കുന്നത്. നല്ല പൈസയുള്ള സാധനം. 30 ലക്ഷം രൂപ മുകളിൽ വിലയുള്ള ഒരു ഐറ്റം. ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്ക് ഇറ്റ് ഇസ് അബൌട്ട് 50 lakhs എന്തോ ആണെന്ന് തോന്നുന്നുണ്ട് ആ സാധനത്തിൻ്റെ വില. ആ ഒരു 3D മോഡുലേറ്ററിന് മാത്രം വില. ഇത് കൂടാതെ ഏകദേശം 2 കോടി രൂപയോളം വില വരുന്ന ഒരു ക്രിസ്റ്റിയുടെ ടോപ്പ് ഓഫ് ദ ലൈൻ, ഇപ്പം വാശി കൊടുത്ത് വാങ്ങാൻ കിട്ടുന്ന ടോപ്പ് ഓഫ് ദ ലൈൻ പ്രൊജക്ടറിൽ വരുന്ന 4445 എന്ന് പറയും ആ ഒരു മോഡലിന്. അതായത് 4K 4th Gen 45,000 ലൂമൻസ് വരെ ഒരു
ബ്രൈറ്റ്നസ് കപ്പാസിറ്റി ഉള്ള ഒരു കിടില വേറെ ലെവൽ പ്രൊജക്ടറാണ് PXL ഫോറം മോളിൽ വെച്ചിരിക്കുന്നത്. എന്നിട്ട് എന്ത് കാര്യം? ഈ സിനിമയാണ് അവിടെ ഇടേണ്ട സിനിമ, അത് അവിടെ ഇട്ടിട്ടുമില്ല. പകരം ഇട്ടിരിക്കുന്നത് എമ്പുരാനാണ്. എമ്പുരാൻ ഇട്ടേൽ എനിക്ക് സങ്കടമില്ല. എൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു ഷോയെങ്കിലും നിങ്ങൾ ഈ സിനിമ അവിടെ ഇടേണ്ടതാണ്. കാരണം ദിസ് മൂവി ഈസ് ടൈലർ മെയ്ഡ് ഫോർ യുവർ PXL അല്ലെങ്കിൽ ബിഗ് പിക്സ്. ഇപ്പോൾ ഇനോക്സിൻ്റെ ആണ് ബിഗ് പിക്സ്. അപ്പോൾ ഇറ്റ് ഈസ് വെരി സിമിലർ ടു PXL ഓഫ് PVR. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് നോർത്ത് ഇന്ത്യയിലൊക്കെ അവർ കൃത്യമായിട്ടുള്ള ഫ്ലാറ്റ് റേഷ്യോ PXL ഉണ്ട്. അതുപോലെ വേറെ ഇടങ്ങളിലും കുറച്ച് ഇന്ത്യയിലുണ്ട്. അവിടെയൊക്കെ കൃത്യമായിട്ട് ഈ സിനിമ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ കൊച്ചിയിൽ മാത്രം കോണ്ടന്റ് മിസ്മാനേജ്മെൻ്റ് ആണ്. PXL ഇടേണ്ട പടം കൊണ്ടുപോയിട്ട് സ്ക്രീൻ 6 ഇട്ടിരിക്കുന്നത്. അതേസമയം സ്ക്രീൻ 3 ഇടേണ്ട പടം കൊണ്ടുപോയിട്ട് PXL ഇട്ടിരിക്കുന്നത്. എമ്പുരാൻ ശരിക്കും കാണേണ്ടത് കുറഞ്ഞ ബ്ലാക്ക് ബാറുകളോടുകൂടിയുള്ള സ്ക്രീൻ 3 പോലെയുള്ള ഒരു സ്കോപ്പ് റേഷ്യോ സ്ക്രീനിലാണ്. എന്നിട്ട് ഇവരിത് കൊണ്ടുപോയി ഇട്ടിരിക്കുന്നത് PXL, അതും ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനിലുള്ള മുകളിലും അടിയിലും കനത്ത ബ്ലാക്ക് ബാർ വരുന്ന തിയേറ്റർ കൊണ്ടുപോയി ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇവിടെ എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങൾക്ക് തന്നെ എൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ കേട്ട് ഉളിപ്പ് തോന്നണല്ലേ? എത്രാമത്തെ തവണയാണ് ഇപ്പോൾ എണ്ണി പെറുക്കാൻ പോയി? 25ാമത്തെ 27ാമത്തെ തവണയാണ് കോണ്ടന്റ് മിസ്മാനേജ്മെൻറ്റ് ഫോറം മോൾ സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. PVR എന്നുള്ള നല്ലൊരു സ്ഥാപനത്തെ വളരെ വളരെ ശോകമാക്കുന്ന രീതിയിൽ, വളരെ അവരെ താഴ്ത്തുന്ന രീതിയിലാണ് നിങ്ങളുടെ അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ. ഹൗ ക്യാൻ യു ഡൂ ദിസ്? ഇത് റിപ്പീറ്റഡ്ലി എങ്ങനെയാണ് 5 ഫ്ലാറ്റ് റേഷ്യോ തിയേറ്റർ ഉണ്ടായിട്ടും ഇത് എങ്ങനെയാണ് കോണ്ടന്റ് മിസ്മാനേജ്മെൻറ്റ് നടത്തുന്നത്? ഈ മൂവി ടൈലർ ഒരു അത്യാവശ്യം എൻ്റെ വീഡിയോ കാണുന്ന, അല്ലെങ്കിൽ അത്യാവശ്യം സിനിമയെ പറ്റിയോ അല്ലെങ്കിൽ DCP കാര്യങ്ങളെ പറ്റിയോ വിവരമുള്ള അത്യാവശ്യം വിവരമുള്ള ഒരാൾക്കറിയാവുന്ന കാര്യമാണ് ഈ സിനിമ കൊണ്ടുപോയിട്ട് PXL ഇടേണ്ടത് എന്നുള്ളത്. ഇത് നടത്തുന്ന അല്ലെങ്കിൽ ഈ ഒരു സാധനം പ്രൊഫഷണലി പഠിച്ച് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന നിങ്ങൾക്കിത് അറിയാൻ പാടില്ലേ? എന്ത് തോന്നിയാസമാണ് ഈ കാണിക്കുന്നത്? അതുകൊണ്ട് തന്നെ എനിക്ക് നഷ്ടപ്പെട്ടത് നല്ലൊരു PXL എക്സ്പീരിയൻസ് ആണ്. അത് കാരണം തന്നെ ഞാനിത് IMAXൽ ഏകദേശം ഇരട്ടി വില കൊടുത്ത് ടിക്കറ്റ് എടുത്ത് എനിക്ക് പോകേണ്ടി വന്നു. എന്നിട്ട് ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇനിയിപ്പോൾ IMAX എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ ഞാൻ പറയാമല്ല. വിഷ്വലി നല്ല രസമായിരുന്നു. ഈ സിനിമ ഭയങ്കര കളർഫുള്ളാണ്. ഇതാണ് ദ പെർഫെക്റ്റ് ഹോളിഡേ സിനിമ എന്ന് പറയുന്നത്. സമ്മർ ഹോളിഡേയ്സിന് നിങ്ങളുടെ പിള്ളേരെ കൊണ്ടേ കാണിക്കാൻ പറ്റിയ ഒരു അടിപൊളി സിനിമ തന്നെയാണ് ഇത്. നല്ല കളർഫുള്ളാണ്, എല്ലാ സംഭവങ്ങളുണ്ട്, എല്ലാ ഫ്ലേവേഴ്സും ഉള്ള ഒരു സിനിമ. നല്ല മെസ്സേജ് ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല രീതിയിലുള്ള ഒരു കളർഫുൾ ഒരു പോപ്കോൺ പടമായിട്ടാണ് എനിക്കിത് തോന്നിയത്. പക്ഷേ കോമഡി എന്താണെന്ന് അറിയാമോ? പിള്ളേർക്കും ഗർഭിണികൾക്കും സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും IMAX പൊതുവെ റെക്കമെൻഡ് ചെയ്യാറില്ല. കാരണം അത്രയും സൗണ്ടാണ് ആ തിയേറ്ററിൽ, അത്രയധികം സൗണ്ടാണ്. ഗർഭിണികൾക്കും പിള്ളേർക്കും അത്ര സേഫാണ് ഒരു IMAXൻ്റെ ഒരു പ്യുവർ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് ഫീൽ ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യാറില്ല. ഐ ഡോണ്ട് തിങ്ക് ഈവൻ ദ IMAX വിൽ ഓൾസോ റെക്കമെൻഡ് പ്രഗ്നൻറ്റ് വുമൻ ഓർ വളരെ ഇൻഫൻ്റ് ആയിട്ടുള്ള കുട്ടികളെ തിയേറ്ററിലേക്ക് അവർ അലോ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ സിനിമയുടെ കോമഡി എന്താണെന്ന് പറയുമ്പോൾ, ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്ന DCP, അതും എൻ്റെ അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാർണർ ബ്രദേഴ്സാണ് ഈ സിനിമ അയച്ചിരിക്കുന്നത്. യൂഷ്വലി അവരാണ് ഏറ്റവും മികച്ച പ്രിൻറ്റുകൾ അയക്കാറുള്ളത്. ഇത് അയച്ചിരിക്കുന്ന പ്രിൻറ്റ് 4K 12 ചാനലാണെന്ന് പറയുന്നു. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് 4K കണ്ടെയ്നറിനകത്ത് 2K 3D പ്രിൻ്റ് അയച്ചിട്ട് അതിൻ്റെ വോളിയത്തിന് എന്തോ ഭയങ്കര കുറവുള്ളതുപോലെ. അതായത് ഞാൻ ഈ അടുത്ത് IMAXിൽ പോയിട്ട് ഡ്യൂൺ പാർട്ട് 2 എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. 199 രൂപയുടെ ഓഫർ, എനിക്ക് കുറേ കൂപ്പണും പരിപാടികളൊക്കെ ശേഷം എനിക്ക് 130 രൂപയോളം അല്ലെങ്കിൽ 170 രൂപ എന്തോ ഭയങ്കര കിട്ടുന്ന ഓഫർ കിട്ടിയിട്ട് ഡ്യൂൺ പാർട്ട് 2 കൊണ്ട് തൊട്ടടുത്ത ഷോ ഒരു അരമണിക്കൂറിന് ശേഷം ഉടനെ ഞാൻ അടുത്ത ഷോ മിക്കി 17 കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വീഡിയോ ഇടാനുണ്ട്. അതിന് മുന്നേ ഞാനിത് പറയുകയാണ്, അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേറെ വരും. ഡ്യൂൺ പാർട്ട് 2 കണ്ടപ്പോൾ എനിക്ക് ലോകോത്തര എക്സ്പീരിയൻസും വേറെ ലെവൽ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത്. ഞാൻ ഓൾറെഡി ഡ്യൂൺ പാർട്ട് 2 ബ്രോഡ്വേ സിനിമാസ് IMAXിൽ കണ്ടതാണ്. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഞാൻ ലൈഫ് ടൈം എക്സ്പീരിയൻസ് എന്ന് കോട്ട് ചെയ്ത 2 എക്സ്പീരിയൻസുകളാണ് എനിക്ക് ബ്രോഡ്വേ കണ്ടപ്പോഴും കൊച്ചിയിൽ കണ്ടപ്പോഴും ഉണ്ടായിരുന്നത്. അപ്പോൾ കുറേ പേര് ഇപ്പോൾ വരും സ്ക്രീൻ സൈസ്. സ്ക്രീൻ സൈസിനെ പറ്റി ഒരു വാക്കും കൂടെ ഞാൻ പറഞ്ഞിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. സ്ക്രീൻ സൈസ് ഒരു വിഷയമല്ല. സ്ക്രീൻ സൈസ് വലുതായിട്ട് തോന്നിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നേരെ ഫ്രണ്ടിലേക്ക് കയറിയിരിക്കുക. കുറച്ചുകൂടി അടുത്തേക്ക് കയറി ഇരുന്നാൽ സ്ക്രീൻ സൈസ് ഒരു പ്രശ്നമല്ലാതെ തോന്നും. അത് ഞങ്ങളിവിടെ പറയുന്നതാണ്. കുറേ മാർക്ക് ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്തായാലും ഞാൻ അടുത്തോട്ട് കയറി ഇരുന്ന് പലതവണ കണ്ടു നോക്കിയിട്ട് എനിക്ക് മനസ്സിലായ കാര്യം നിങ്ങളോട് പറഞ്ഞു എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. എന്നെ സംബന്ധിച്ച് സ്ക്രീൻ സൈസ് ഒരു പ്രോബ്ലം അല്ല. അത് എത്ര ചെറിയ സ്ക്രീനായപ്പോഴും ഫ്രണ്ടിലേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ അത് പെറിഫറൽ വിഷനിൽ നിന്ന് മാറി കിട്ടി. എനിക്ക് പെറിഫറൽ വിഷനിൽ വേറെ വാളും പരിപാടിയൊന്നും ഇല്ലാതെ തന്നെ സ്ക്രീൻ നല്ല രസമായിട്ട് എനിക്ക് കാണാൻ പറ്റും. ഞാൻ അങ്ങനെ എൻജോയ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ
ഈ കൊച്ചിയിൽ തന്നെ ഇതേ തിയേറ്ററിൽ വേറെ ലെവലിൽ ഞാൻ ഡ്യൂൺ പാർട്ട് കണ്ടിരുന്നു. ഇൻട്രസ്റ്റെല്ലാർ വേറെ ലെവലിൽ എൻജോയ് ചെയ്ത് ഞാൻ കണ്ടതാണ്. അന്ന് ആ ഡ്യൂൺ പാർട്ടിന് ശേഷം ഉടനെ ഞാൻ മിക്കി 17 കണ്ടു. മിക്കി 17 കണ്ടപ്പോഴല്ല തീരെ എഫക്റ്റ് ഇല്ലായിരുന്നു. തീരെ എഫക്റ്റ് ഇല്ലെന്ന് പറയാൻ ഇതേ തിയേറ്ററിൽ തന്നെയല്ലേ അരമണിക്കൂർ മുന്നേ ഞാൻ ഡ്യൂൺ പാർട്ട് കണ്ട് കംപ്ലീറ്റ് ചെയ്ത് വേറെ ലെവലിൽ രോമാഞ്ചടിച്ച് വന്നേന്നുള്ളൊരു ഫീലായിരുന്നു. അന്ന് എൻ്റെ കൂടെ രാഹുൽ ഉണ്ടായിരുന്നു, അന്ന് എൻ്റെ കൂടെ അഖിൽ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇതേ കാര്യം തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് അത്ഭുതം വരുന്നത് ആദ്യമായിട്ടാണ് എനിക്ക് ഐമാക്സിൽ നിന്നും ഇത്രയും ഒരു മോശം ഒരു ഓഡിയോ എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. ഇതിന് ശേഷം ഞാൻ എമ്പുരാൻ ചെന്ന് കണ്ടു ഐമാക്സിൽ. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ വേറെ വരും. അതും ഇതേ അവസ്ഥയായിരുന്നു. പക്ഷേ മിക്കി 17 അത്ര മോശമായിരുന്നു വെച്ചാൽ ഒരു വിധത്തിൽ അങ്ങനെ ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. മിക്കി 17 ലാസ്റ്റ് ഒരു 20 മിനിറ്റാണ് എനിക്ക് കുറച്ച് ബേസും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തത്. കാരണം പൊതുവെ ഐമാക്സിൽ ബേസ് എന്ന് പറഞ്ഞാൽ എർത്ത് ഷാറ്ററിങ് സൗണ്ട് എന്ന് പറഞ്ഞാൽ അത് ആ ഇതിനോട് നീതി പുലർത്തുന്നതാണ്. പക്ഷേ മിക്കി 17 എന്നെ സംബന്ധിച്ച് ലാസ്റ്റ് ഒരു 20 മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ അതിൻ്റെ അപ്പോഴും എർത്ത് ഷാറ്ററിങ് സൗണ്ട് എന്ന് ഞാൻ പറയില്ല, ഒരു തണുത്ത ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ബേസ് പോലും ആ ഒരു ടൈമിൽ മാത്രം ഇച്ചിരിയെങ്കിലും എനിക്ക് ഫീൽ ആയുള്ളൂ. ഇതേ അവസ്ഥയായിരുന്നു എനിക്ക് എമ്പുരാനിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ തോന്നിയത്. കാരണം ഞാൻ ഓൾറെഡി വനിതയിൽ ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന് ശേഷം ഞാൻ വന്ന് തൊട്ടടുത്ത ദിവസം രാവിലെ ഐമാക്സ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഞാനിങ്ങനെ ഇതെന്താണ് ഇങ്ങനെ ഐമാക്സിൽ ഇതിൻ്റെ ഇരട്ടി വരേണ്ടതല്ലേ, ഇത് എന്താണ് ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവാത്ത അവസ്ഥയായിരുന്നു. പിന്നീടാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് എമ്പുരാൻ ഇറങ്ങിയതിൻ്റെ തലേ ദിവസം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഈ പടം ഐമാക്സിന് വേണ്ടി മര്യാദക്ക് പ്രോപ്പറായിട്ട് സൗണ്ടിങ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അത് മര്യാദക്ക് ചെയ്തിരിക്കുന്നത് അറ്റ്മോസിന് വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ DCP അതുകൊണ്ട് അറ്റ്മോസാണ് വന്നിരിക്കുന്നതെന്ന് ആൾ പറഞ്ഞിട്ട് ഞാനത് ചെക്ക് ചെയ്തപ്പോൾ ശരിയായിരുന്നു, വന്നിരിക്കുന്നത് അറ്റ്മോസ് DCP ആണ്. ഐമാക്സിന് വേണ്ടി DMR ചെയ്തതെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഞാൻ കണ്ടിട്ടും എനിക്കത് മര്യാദക്ക് ഫീൽ ചെയ്തില്ല. ഈവൻ വിഷ്വലി ആണെങ്കിൽ പോലും എനിക്ക് അത്ര കളേഴ്സ് ഫീൽ ചെയ്തില്ല ഞാൻ വന്യവിധത്തെ കണ്ടതിൻ്റെ. അതിൻ്റെ പ്രൂഫോടുകൂടി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അതിൻ്റെ ഒരു കമ്പാരിസൺ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, മുകളിലും അടിയിലുമായിട്ട് ഐമാക്സും വനിതവിധയും വെച്ചിട്ട്. അതിനകത്ത് നിങ്ങളൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് എൻ്റെ പേജെടുത്ത് ഒന്ന് നോക്കിയിട്ട് പറയാം ഇതിനകത്ത് ഏതാണ് വനിതവിധ ഏതാണ് ഐമാക്സ് എന്ന് തോന്നിയത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ വരും. എന്തായാലും എനിക്ക് സമയം കിട്ടിയില്ല. പിന്നെ ഞാൻ പറയില്ലേ എന്തുകൊണ്ട് ഇത് കാരണം എന്താണെന്ന് എനിക്ക് അറിഞ്ഞിട്ട് വേണം അതിനെപ്പറ്റി സംസാരിക്കാൻ. അതാണ് ഞാനിങ്ങനെ കുഴഞ്ഞ് ഇരിക്കുന്നത്. ഇങ്ങനെ വരാൻ പാടില്ല. ഐമാക്സിൽ ഒരിക്കലും ഇത്രയും ലോ ആയിട്ട് വോളിയം വരില്ല. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ഐമാക്സിലും പോയിട്ട് എനിക്ക് ഇത്രയും ലോ വോളിയം ഉണ്ടായിട്ടില്ല. ഓവർ ബേസി ആയിട്ട് തോന്നിയിട്ടുണ്ട് കോറമംഗലയിൽ. പക്ഷേ ഇത്രയും സൗണ്ട് ഇല്ലായ്മ എനിക്ക് ഒരു ഐമാക്സിലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് തിയേറ്ററിൻ്റെ പ്രോബ്ലം ആണോ അല്ലെങ്കിൽ വന്നിരിക്കുന്ന DCP ആണോ? DCP ആണെന്നാണ് എനിക്ക് തോന്നണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഫാസ കണ്ടപ്പോഴും മുഫാസയൊക്കെ ഇത് വെച്ച് നോക്കുമ്പോൾ 6 ബെറ്റർ ആയിരുന്നു. അതിനകത്ത് ഒരുപാട് നല്ല അടിപൊളി സൗണ്ടുള്ള സീൻസ് ഉണ്ടായിരുന്നു. ആ ഒരു ഉരുൾപൊട്ടൽ പരിപാടി, സാധനങ്ങൾ എർത്ത് വരുന്നത്, പിന്നെ അതുപോലെ തന്നെ ആ ഒരു ആനയുടെ സ്റ്റാമ്പീഡ്, അതൊക്കെ ഭയങ്കര കിടിലൻ സൗണ്ട് ഉണ്ടായിരുന്നതാണ് ആ സിനിമയിൽ. പക്ഷേ എനിക്ക് വിശ്വസിക്കാനൊരു ഡൗട്ട് എന്ന് വെച്ചാൽ ഞാൻ ഇതേ തിയേറ്ററിൽ രാവിലെ ഡ്യൂൺ പാർട്ട് കണ്ടപ്പോൾ മികച്ച സൗണ്ട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. തൊട്ടടുത്ത ഷോ വേറെ സിനിമ കണ്ടപ്പോഴാണ് അതിന് തീരെ സൗണ്ട് എക്സ്പീരിയൻസ് ഇല്ലാതെ പോലെ തോന്നിയത്. അതിനുശേഷം കണ്ട ഫോളോ അപ്പ് ആയിട്ടുള്ള ബാക്കി സിനിമകൾ എമ്പുരാനായിക്കോട്ടെ അല്ലെങ്കിൽ മിക്കി 17 ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇതും എല്ലാം സൗണ്ട് കുറവ്. അപ്പോൾ എനിക്കതാണ് ഇനിയിപ്പോൾ ഡ്യൂൺ പാർട്ട് 2 സിനിമ കളിച്ച് കഴിഞ്ഞപ്പോൾ സ്പീക്കറിന് എന്തെങ്കിലും പറ്റിയ അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ. പക്ഷേ DCPയുടെ കുഴപ്പമാണെന്നാണ് സ്റ്റാഫും പറയുന്നത്. ഞാൻ ഇന്ന് കൺഫേം ചെയ്തപ്പോൾ അവരും പറയുന്നത്, സ്റ്റാഫും പറയുന്നത് ഉറപ്പിച്ച് പറയുന്നത് DCPക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാണ് അവരും പറയണത്. അങ്ങനെ എന്നോട് പറഞ്ഞത്. പിന്നെ എനിക്ക് DCP ആണ് ഇഷ്യൂ എന്ന് തോന്നാനൊരു സ്ട്രോങ് വേറൊരു കാര്യം കൂടിയുണ്ട്. അത് വേറൊന്നുമല്ല, ഞാൻ അവിടെ ചെന്ന് നിന്ന് ഇരുന്നപ്പോഴേക്കും ഇതിന് മുന്നേ സൗണ്ട് മോശമായി തോന്നിയ സിനിമകൾ കാണാൻ പോയി ഇരിക്കുന്ന ടൈമിലും കുറച്ച് പർട്ടിക്കുലർ ആഡുകൾ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു സാരി ഏതോ ഒരു കമ്പനിയുടെ, അതായത് ഏതോ ടെക്സ്റ്റൈലിൻ്റെ ഒരു ആഡാന്ന് തോന്നുന്നുണ്ട്. കിണ്ണ കാച്ചി സൗണ്ടാണ്, അടിപൊളി ബേസൊക്കെ ആയിട്ട് കിടിലൻ സൗണ്ട്. ആ ഒരു നോർമൽ ആഡിന് എനിക്ക് മിക്കി 17 കാണാൻ പോയപ്പോഴാണേലും ഈ സിനിമ കണ്ടപ്പോഴാണേലും എമ്പുരാൻ കണ്ടപ്പോഴാണെങ്കിലൊക്കെ ആ ഒരു ആഡിന് നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു സൗണ്ട് എനിക്ക് ഫീൽ ചെയ്ത്. അതുകൊണ്ടാണ് എനിക്ക് ഡൗട്ട് ഇതെല്ലാം DCPയുടെ ഇഷ്യൂ ആണെന്നുള്ളത്. കാരണം പരസ്യത്തിന് കിടിലൻ സൗണ്ടും സിനിമയ്ക്ക് തീരെ സൗണ്ടും ഇല്ല എന്ന് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം DCP അല്ലേ എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സാമ്പിൾ ഞാൻ ഡ്രൈവിലിട്ടിരിക്കാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്, കേട്ട് നോക്ക്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ കാര്യം. പക്ഷേ എൻ്റെ കൺഫ്യൂഷൻ വന്ന കാരണം എന്ന് വെച്ചാൽ ബ്രോഡ്വേ സിനിമാസിൽ എൻ്റെ ഫ്രണ്ട് രാഹുൽ, നമ്മുടെ കൊച്ചിയിലുള്ള രാഹുലല്ല, നമ്മുടെ ഇൻട്രസ്റ്റെല്ലാർ സിനിമ കാണാൻ പോയപ്പോഴേക്കും അന്ന് ഞാൻ നിങ്ങളെല്ലാവരും പരിചയപ്പെടുത്തിയ രാഹുലുണ്ടല്ലോ, രാഹുലിനോട് ഞാൻ ചോദിച്ചപ്പോൾ രാഹുൽ പറഞ്ഞു മിക്കി 17 രാഹുലിന് കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു പറഞ്ഞു. അപ്പം എൻ്റെ ഒരു ഡൗട്ട് മനസ്സിലെന്ന് വെച്ചാൽ ഈ പറഞ്ഞ സിനിമകൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു കാര്യമുണ്ട്. മിക്കി 17 12 ചാനൽ
DCP ആയിരുന്നു ഐമാക്സിൽ. മൈൻക്രാഫ്റ്റും 12 ചാനൽ DCP ആണെന്ന് എനിക്കറിയാൻ കഴിയും. അപ്പോൾ എനിക്ക് തോന്നുന്നത് 12 ചാനൽ DCP തന്നെയായിരിക്കും ഇവിടെയും പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എറർ വന്നതാണോ, 12 ചാനൽ DCP കൊണ്ടുവന്ന് 6 ചാനൽ പ്ലേ ചെയ്തപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വന്നതാണോ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഐമാക്സിൻ്റെ അധികൃതർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇഫ് യു ആർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് ലെറ്റ് മീ നോ വൈ ദർ ഇസ് എ സൗണ്ട് ഇഷ്യൂ ഇൻ 6 ചാനൽ ലേസർ വെന്യൂസ്. എനിക്ക് മനസ്സിലാവുന്നില്ല. സിനോണിൻ്റെ കാര്യം ഞാൻ നോക്കണില്ലേ. ഞാൻ സിനോൺ എന്ന് പറഞ്ഞത് ഐമാക്സ് ആയിട്ട് പോലും ഞാനിപ്പോൾ കൺസിഡർ ചെയ്യണല്ലോ. ഞാനത് പടിയടച്ച് പിണ്ടം വെച്ചേക്കുന്ന സാധനമാണ്. അതെന്തായാലും ലേസർ ആവാതെ ഞാൻ ഇനി അങ്ങോട്ടേക്ക് സിനോണിലേക്ക് തിരിഞ്ഞു നോക്കണം. അതുകൊണ്ട് ട്രിവാൻഡ്രം ടാറ്റ ഗുഡ് ബൈ അത്ര എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും ഞാൻ ഇനിയില്ല. അത് ഇനിയിപ്പോൾ ലേസർ ആക്കാതെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ പ്രശ്നമില്ല. അവിടെ എന്ത് സംഭവിച്ചാലും എനിക്ക് അറിയാനും താല്പര്യമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഐ ആം ജസ്റ്റ് ബോതേർഡ് അബൌട്ട് ലേസർ വെന്യൂസ്. ഞാൻ എന്തായാലും സിനോണിൽ കൊണ്ട് പൈസ കളഞ്ഞ് ഞാൻ ഇനി ഒരിക്കലും ഒരു സിനിമ പോലും ഞാൻ കാണാൻ പോകുന്നില്ല. സിനോൺ എന്നുള്ള ഐമാക്സിൽ എനിക്ക് പോകാൻ താല്പര്യമില്ല. അങ്ങനത്തെ അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. 330 രൂപ അങ്ങനെ എന്തോ ഓഫർ എനിക്ക് അവസാനം കിട്ടി. മറ്റേ സിനിപോളിസ് 25 അപ്ലൈ ചെയ്യുകയും എൻ്റെ കയ്യിലുണ്ടായിരുന്ന പോയിൻറ്റ്സ് ഒക്കെ ഇട്ടിട്ട്, എന്നിട്ടും എനിക്ക് സംതൃപ്തി ഒന്നുമില്ല. ഐ ആക്ച്വലി ലൈക്ക് ദ മൂവി, ഐ ലവ് ദ കളേഴ്സ് കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ സിനിമയിൽ പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഈ ഗെയിം ബേസ് ചെയ്ത് സിനിമ എടുക്കുമ്പോൾ ഒരു ഗണ്ണ് വെടിവെക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബോംബ് എറിയുന്ന കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ, അത് എന്തെങ്കിലും തട്ടിപ്പിടിക്കുമ്പോഴൊക്കെ ആ ഗെയിം നോയ്സ് ഉണ്ട്. മറ്റേ വെടിവെക്കുമ്പോൾ പ്യാവ് 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 ആ സാധനം. ഇപ്പോൾ അങ്ങനെ ഗെയിമിന് ഒരു വോയിസ് ഉണ്ട്. ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചില്ലൊക്കെ പറഞ്ഞിട്ട് സാധനം ഉണ്ടാവില്ലേ, ആ സൗണ്ടൊക്കെ ഐമാക്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര രസമാണ്. പക്ഷേ ഇത് തീരെ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ സീനാണ്. അഡൽട്ട്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് തീരെ വോളിയം ഇല്ലാത്ത അവസ്ഥയും, കുട്ടികൾക്ക് സേഫ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പോൾ എനിക്കിതിപ്പോൾ നല്ലത് പറയണോ മോശം പറയണോ ആ ഒരു അവസ്ഥയിലാണ് ഞാൻ നിൽക്കണം. കാരണം ഒരു അഡൾട്ട് എന്നുള്ള രീതിയിൽ ഞാൻ കാണുമ്പോഴേക്കും ഐമാക്സ് എന്നുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വൽ ആൻഡ് ഓഡിയോ എക്സ്പീരിയൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് തീരെ പവർഫുൾ അല്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ പ്ലസ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗർഭിണികളായിട്ടുള്ള ആൾക്കാർക്കും പ്രായം കുറഞ്ഞിട്ടുള്ള ഇൻഫൻസ് ആയിട്ടുള്ള കുട്ടികളുള്ള മാതാപിതാക്കൾക്കും ചെറിയ പിള്ളേരൊക്കെ കൊണ്ട് പോകാൻ താല്പര്യപ്പെടുന്ന, സൗണ്ട് ഒരുപാട് പേടിയുള്ള പിള്ളേരൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു പടമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കണോണ്ട് ഞാൻ പറയില്ല, എനിക്ക് മോശവും പറയാൻ പറ്റുള്ള അങ്ങനത്തെ ഒരു അവസ്ഥയായി പോയി. മറ്റേ 2 സിനിമകൾക്ക് അത് എനിക്ക് വേണമെങ്കിൽ പറയാം. എമ്പുരാൻ എന്നുള്ള കുഞ്ഞു പിള്ളേർക്കുള്ള പടമല്ല, MK17 കുഞ്ഞു പിള്ളേർക്കുള്ള പടമല്ല, 18+ പടങ്ങളാണ് നടക്കാം. മറ്റേത് UA ആണ്, ഏത് എമ്പുരാൻ. അപ്പോൾ ആ കേസിൽ എനിക്ക് തീർത്തും പറയാം, ഈ കാണാൻ വരുന്ന ഓഡിയൻസ് മുതിർന്നവരാണ്, അതുകൊണ്ട് തന്നെ സൗണ്ട് പോരായിരുന്നു എന്നുള്ള അച്ചട്ടായിട്ട് എനിക്ക് കട്ടയ്ക്ക് പറയാം. പക്ഷേ ഇത് എനിക്ക് പറയാൻ പറ്റണില്ല, കാരണം ഇതൊരു കിഡ്സ് മൂവിയും കൂടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ വാർണർ ബ്രദേഴ്സ് അതും കൂടി ചിന്തിച്ചിട്ട് സൗണ്ട് പർപ്പസ്ഫുള്ളി കുറച്ച ഒരു DCP അയച്ചതാണോ? ഐ ഹാവ് നോ ക്ലൂ. വാർണർ ബ്രദേഴ്സ്, ഇഫ് യു ആർ ലിസ്ണിംഗ്, ഹാവ് യു പർപ്പസ്ഫുള്ളി ഡൗൺഗ്രേഡഡ് വോളിയം? ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ വിഷ്വലി നല്ല രസമായിരുന്നു, കളർഫുള്ളായിരുന്നു. പക്ഷേ സൗണ്ട് വൈസ് ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് അറ്റ് ഓൾ. PXൽ പിന്നെ ഷോയെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് അവിടെ പോയി കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് അവിടെ പോയി കണ്ടു നോക്കിയിട്ട് കമ്പാരിസൺ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഷോ ഇല്ല, ഞാൻ എന്ത് ചെയ്യും? ഷോ ഇല്ല. ഇനിയിപ്പോൾ നിയറസ്റ്റ് PXൽ പോകണമെങ്കിൽ ഞാൻ നോർത്ത് ഇന്ത്യ പോകണം. അങ്ങനത്തെ അവസ്ഥയാണ്. ഈ സിനിമയിൽ ഒരുപാട് നല്ല കിടിലൻ സൗണ്ട് ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും കേൾക്കണില്ല. മൊത്തത്തിൽ ഓവറോൾ സൗണ്ട് വളരെ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഈവൻ ലെസ് ദാൻ മിക്കി 70 എൻ്റെ അഭിപ്രായത്തിൽ വേഴ്സ്റ്റ് എക്സ്പീരിയൻസിൽ ഒന്നായിരുന്നു ഐമാക്സിലാണ്. ഇത് അതിനും ശോകാവസ്ഥയായിരുന്നു. എമ്പുരാനിൽ അറ്റ്ലീസ്റ്റ് മറ്റേ ബജ്രംഗി, അയ്യോ ഇപ്പോൾ ആ പേര് പറയാൻ പാടില്ല, എന്താ വേറെന്താ പേരല്ലേ, അയാൾ വന്നിരുമ്പോൾ മറ്റോ തോ ഒരു സാധനം ഉണ്ടായിരുന്നു, അതെങ്കിലും സൗണ്ട് ഉണ്ടായിരുന്നു. ലാലേട്ടൻ്റെയൊക്കെ ഇൻട്രോന്നൊന്നും തീരെ സൗണ്ട് ഉണ്ടായിരുന്നില്ല. അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇടുന്നുണ്ട്, നിങ്ങൾ വിത്ത് സാമ്പിൾ ഞാൻ കാണിച്ചു തരാം, കേൾപ്പിച്ച് തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻ മൈ ഒപ്പീനിയൻ ദിസ് വാസ് ഇൻ എ വേർതി ഐമാക്സ് എക്സ്പീരിയൻസ്. അല്ലെങ്കിൽ ഇതാണ് ഐമാക്സ് ഒന്നും തെറ്റിദ്ധരിച്ച് കളയരുത്. എൻ്റെ കൂടെ മൊത്തത്തിൽ ഇന്ന് സിനിമ കാണാനുണ്ടായിരുന്ന 7 പേരാണ്, ഞാൻ ഉൾപ്പെടെ. അതിനകത്ത് 2 പിള്ളേർ ആദ്യമായിട്ട് വന്ന പിള്ളേരായിരുന്നു. ആ പിള്ളേരോട് ഞാൻ വെറുതെ ഒന്ന് സംസാരിച്ചു. അപ്പോൾ അവർ ആദ്യമായിട്ടാണ് ഐമാക്സിൽ വരുന്നത്. അപ്പോൾ അവർ ധരിച്ചു വെച്ചത് ഇതാണ് ഐമാക്സ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇൻ്റർസ്റ്റെല്ലാറും ഡ്യൂൺ 2 ഒന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലേ? അപ്പോൾ ഇല്ല ഏട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞു, അതാണ് ശരിക്കുള്ള ഐമാക്സ് എക്സ്പീരിയൻസ്. അതിവിടെ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ദ പ്രോബ്ലം ഓഫ് ദ തിയേറ്റർ ബട്ട് ദ DCP എന്നുള്ളത്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ആയത്. ഞാനത് ഇവിടെയും തുറന്നു പറയുന്നു. എന്തായാലും ദിസ് എക്സ്പീരിയൻസ് വാസ് എ സബ് പാർ എക്സ്പീരിയൻസ്. വിഷ്വലി ഇറ്റ് വാസ് ടു ഗുഡ്. ഭയങ്കര കളറായിരുന്നു, ഹൈ ഫ്രെയിം റേറ്റ് വിഷ്വലായിരുന്നു, ഒക്കെ ആയിരുന്നു. പക്ഷേ ബട്ട് സ്റ്റിൽ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് എ 4K DCP. എനിക്ക് നേറ്റീവ് 4K അല്ലെങ്കിൽ പ്യുവർ 4K DCP ആണെന്ന് ഐ ഡൗട്ട് ഇറ്റ്. കാരണം നല്ല പ്യുവർ 4K DCP ഓൾറെഡി ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഏലിയൻ റോമിൽ സ്കിണ്ണം കാച്ച അത് ഒരു നല്ല കിടിലം 4K DCP വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് വെറുതെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കമ്പാനിയൻ 4K DCP ആയിരുന്നു. ഫ്യൂറിയോസ, ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം, അതിൻ്റെ ക്ലാരിറ്റി കാണുമ്പോൾ നമുക്കറിയാം
യെസ് ഇത് 4K DCP ആണെന്ന്. അത്രയും ക്ലാരിറ്റി. ചിലവർ പറയും 4K 2K തിരിച്ചറിയാൻ പറ്റില്ല. അത് നീ മര്യാദക്ക് 4K DCP കാണാത്തതുകൊണ്ടാണ്. കണ്ടാൽ മനസ്സിലാവും നിനക്ക്. അത്രയും കിടിലം ക്ലാരിറ്റി ആയിരിക്കും അതിന്. മണൽത്തരിയൊക്കെ കാണും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സിനിമ എന്ന് പറയുമ്പോഴേക്ക് ഇതിനകത്തുള്ള ഓരോ കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ണ് അമ്മാതിരി ഷാർപ്നെസ് ആയിരിക്കും കണ്ണിനൊക്കെ. കണ്ണിൻ്റെ ഡീറ്റെയിലിങ്, ആ കണ്ണിൻ്റെ അകത്തുകൂടെ ഇങ്ങനെ ഞരമ്പൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ അമ്മാതിരി ലെവൽ DCP ആയിരിക്കും. എനിക്കിത് അങ്ങനെ ഫീൽ ചെയ്തില്ല. പക്ഷേ ഇത് ബാഡാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് വിഷ്വലി ഇറ്റ് വാസ് സ്റ്റിൽ ഗുഡ്. ഭയങ്കര കളർഫുൾ. ജെംസ് മിഠായി പാക്കറ്റ് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ അങ്ങനെയുണ്ട്, അതുപോലെ കളേഴ്സ് ഈ പടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ദിസ് ഈസ് എ ഗ്രേറ്റ് മൂവി വിഷ്വലി ഫോർ കിഡ്സ്. ആൻഡ് ഈവൻ ഫോർ കിഡ്സ് ഈ സൗണ്ട് അവർക്ക് ബെയറബിളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ കുട്ടികളെ ഐമാക്സിൽ കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ പെർഫെക്റ്റ് മൂവി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന് വലിയ സൗണ്ടൊന്നുമില്ല, പ്രശ്നങ്ങളും ബഹളങ്ങളൊന്നുമില്ല. എൻ്റെ നെവ്യൂവിന് തന്നെ ഇത് ആപ്റ്റായിരിക്കും. കാരണം അവൻ സൗണ്ട് ഭയങ്കര സൗണ്ട് വന്നാൽ അവന് ഭയങ്കര പേടിയാണ്. ഒരുപാട് സൗണ്ട് അവന് തീരെ പറ്റൂല. പക്ഷേ അവനൊരു പ്രത്യേക ക്യാരക്ടറാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവൻ വീട്ടിലിരുന്നിട്ട് ഒടുക്കത്തെ സൗണ്ടിലൊക്കെ ഇരുന്ന് കാണും. പക്ഷേ തിയേറ്ററിൻ്റെ അകത്ത് ഒരു ക്ലോസ്ഡ് എൻവയൺമെൻറ്റ്, ക്ലോസ്ഡ് സ്പേസിൽ പോയിട്ട് ഇത്ര സൗണ്ടിലിരുന്ന് കാണാൻ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈവൻ ഈ ഉത്സവങ്ങൾക്കൊന്നും ഇവൻ പോകില്ല. അവന് ഭയങ്കര പേടിയാണ് വെടിക്കെട്ടും പരിപാടികളൊക്കെ. ഓവർ സൗണ്ട് അവന് പറ്റില്ല. അപ്പോൾ ആദുവിന് വരെ ഇത് സേഫാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ആദു എൻ്റെ എല്ലാ വീഡിയോയും കാണുന്നതാണ്. എടാ ആദു നിനക്ക് എന്തായാലും അവിടെ പോയി ഇരിക്കാൻ പറ്റൂടാ. കാരണം നിനക്ക് ഈ സിനിമ കാണാൻ ഭയങ്കര രസമായിരിക്കും. സൗണ്ട് തീരെ ഇല്ലാത്തതുകൊണ്ട് നീ എൻജോയ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇതാണ് എനിക്കത് ഫീൽ ചെയ്തത്. എനിക്കറിയാം കുറച്ച് സമയം എടുത്തു. പക്ഷേ ഇത്ര കാര്യങ്ങൾ പറയണ്ടേ ഞാൻ. അതുകൊണ്ടാണ് ഇതെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന കാര്യങ്ങളൊന്നുമല്ല. ഞാനായതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഇരുന്നതെല്ലാം ഇങ്ങനെ പറയുന്നു. എന്തായാലും PXL സൂപ്പറായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ആ തിയേറ്റർ ഉണ്ടല്ലോ വല്ല ഉപ്പിലിടാൻ കൊണ്ടുപോയി വെക്ക്. അതായിരിക്കും നല്ലത്. എനിക്കങ്ങനെ തോന്നുന്നത്. ഫോറമോള് സ്റ്റാഫ് നിങ്ങൾ ആ സ്ക്രീൻ 4 എടുത്ത് ഉപ്പിലിട്ട് വെക്ക്. എനിക്കങ്ങനെ ഫീൽ ചെയ്യണം. അതാണ് ഇതിനും ഭേദം. എല്ലാം ഉണ്ടായിട്ടും ഉണ്ടല്ല ഇങ്ങനെ പൂജിക്കാൻ വെച്ചേക്കാണ്. മടുത്ത് എനിക്ക് പറഞ്ഞിട്ട് എനിക്കിതാണോ ഇപ്പം ഇത് പറഞ്ഞ് ഇത്ര ഉളുപ്പില്ലാത്തവന്മാരെ ഞാൻ വേറെ കണ്ടിട്ടില്ല.